ഹലോ 100 ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ 66ാമത്തെ ദിവസമാണ്. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ വെള്ളം കുടിച്ച് പകുതിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് പുട്ടും മുളപ്പിച്ച പയറും മാങ്ങയും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അതാണ് കഴിക്കുന്നത്. ഇത് ഞാൻ ഗ്രീൻ ടീയുടെ കൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ട്. കാരണം ഞാൻ വെളിയിലോട്ട് പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ എൻ്റെ ഹെയറിനൊക്കെ ഒരു ന്യൂ ലുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് ബോട്ടോക്സ് ഒക്കെ ചെയ്ത് കുറച്ച് കളറൊക്കെ അടിച്ചൊന്ന് ഡിഫറെൻ്റ് ആവാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും അച്ഛൻ കൂടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ ഹെയറിനൊരു ബേസ് കളറൊക്കെ കൊടുത്ത് അവർ ഹൈലൈറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാരാണെങ്കിലില്ല ചപ്പാത്തി വെച്ച് ചപ്പാത്തി പൊതിയത്തില്ല, അതുപോലെ എൻ്റെ തലമുടി പൊതിഞ്ഞ് പാക്കാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അച്ഛൻ ആണെങ്കിൽ ഭയങ്കര ക്ഷമയോടെ എന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അച്ഛന് കുറച്ച് ക്ഷമയുള്ള ആളായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രാവിലെ ഒരു 11 മണിക്ക് കയറിയതാണ്. ഇവന്മാരെന്നെ വൈകുന്നേരം 5:30 ആയപ്പോഴാണ് ഫ്രീ ആക്കിയത്. ഇവന്മാരെന്ത് പതുക്കെയാണ് ഓരോ ജോലി ചെയ്യുന്നതെന്നറിയോ? മോശം. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. ഞാൻ വിശന്നിട്ടാണെങ്കിൽ ഞാൻ ആദ്യം തന്നെ ഇതെല്ലാം കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങി. അപ്പം ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടത് KFC ആയിരുന്നു. അപ്പോൾ KFC കണ്ട ഉടനെ ഞാൻ അവിടുന്ന് ഒരു റൈസ് ബോൾ വാങ്ങിച്ച് കഴിച്ചു. ഇന്ന് ഞാൻ ഡയറ്റോ കാര്യങ്ങളോ ഒന്നും നോക്കാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രയും വിശന്ന് വലഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ KFC എന്നൊരു റൈസ് ബോൾ വാങ്ങിച്ച് കഴിച്ചു. ഞാൻ ഭയങ്കര ആർത്തിയോടെയാണ് ഞാൻ തിന്നുകൊണ്ടിരുന്നത്. ഫുൾ ആർത്തിയായിരുന്നു, എനിക്ക് ചുറ്റും ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട് പരിപാടി. കാരണം ബോട്ടോക്സിൻ്റെ അടുത്ത ഹെയർ വാഷിന് വേണ്ടിയിട്ട് എനിക്ക് മറ്റന്നാൾ വരണം. അപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എൻ്റെ ഹെയറിൻ്റെ ലുക്കൊക്കെ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അച്ഛൻ എന്തോ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞാൻ താഴെയാണെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, റിലയൻസിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടോട്ട് പോയി അച്ഛൻ എന്തൊക്കെയോ വാങ്ങിച്ചു. ഞാനൊന്നും വാങ്ങിച്ചില്ല. ഞാൻ വെറുതെ അവിടെയുള്ള ഓരോരോ ഡ്രസ്സിൻ്റെ വിലയൊക്കെ നോക്കിയിരുന്നു. അവിടെ നല്ല അടിപൊളി നൈറ്റ് ഡ്രസ്സും അതുപോലെ നല്ല നല്ല ചുരിദാറുകളൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ വെറുതെ നോക്കി ടൈം വേസ്റ്റ് ചെയ്തു എന്നല്ലാതെ ഞാൻ ഒന്നും വാങ്ങിച്ചില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വീട്ടിൽ വന്നതിന് ശേഷം ഞാനാണെങ്കിൽ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രയേ ഉള്ളൂ. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു പരിപാടി. അപ്പോൾ എന്തിനാണ് റെഡി ആവുന്നതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ. ബൈ.